നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ്, രാജ്യങ്ങളുടെ പ്രതിരോധ വിവരങ്ങൾ, ഇന്നത്തെ ഇൻ്റർനെറ്റിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഇവയെല്ലാം ഭാവിയിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ കഴിയുന്ന ഒരു യന്ത്രം വന്നാൽ അത് സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥയല്ല. ശാസ്ത്രലോകം ഇന്ന് നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ സാധ്യതകളാണത്. കമ്പ്യൂട്ടർ നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായിട്ട് പതിറ്റാണ്ടുകളായി. ബാങ്കിംഗ് മുതൽ ആശുപത്രികൾ വരെ, വിദ്യാഭ്യാസം മുതൽ ബഹിരാകാശ ഗവേഷണം വരെ നമ്മുടെ ലോകത്തിൻ്റെ പ്രവർത്തനം ഇന്ന് കമ്പ്യൂട്ടറുകളെ ആശ്രയിച്ചാണ്. ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് കമ്പ്യൂട്ടറുകളുടെ ശേഷിയും നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് പോലും സാധാരണ കമ്പ്യൂട്ടറുകൾക്ക് സങ്കല്പിക്കാനാകാത്ത വേഗത്തിൽ കണക്കുകൂട്ടലുകൾ നടത്താൻ കഴിയും. പക്ഷേ കമ്പ്യൂട്ടറുകളുടെ വേഗത ഇനിയും എത്രമാത്രം വർദ്ധിപ്പിക്കാൻ കഴിയും? അതിന് നിലവിലുള്ള കമ്പ്യൂട്ടറുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനമാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോഴും ശൈശവദശയിലുള്ള സാങ്കേതിക വിദ്യയാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ. എന്നാൽ അവയുടെ സാധ്യതകൾ യാഥാർത്ഥ്യമായാൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ മാത്രമല്ല, ക്രിപ്റ്റോഗ്രാഫി, മരുന്ന് ഗവേഷണം, മെറ്റീരിയൽ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ മേഖലകളുടെയും ഭാവിയെ അത് മാറ്റിമറിച്ചേക്കാം. എന്താണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടർ? സാധാരണ കമ്പ്യൂട്ടറിൽ നിന്ന് ഇതിന് എന്താണ് വ്യത്യാസം? അതെങ്ങനെ ഇത്ര ശക്തമാകുന്നു? നമുക്കിന്ന് ക്വാണ്ടം കമ്പ്യൂട്ടറുകളെ കുറിച്ച് സംസാരിക്കാം. എന്നാൽ തുടങ്ങിയാലോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാബു പ്രസാദ്. ശാസ്ത്രത്തെ ലളിതമായും തെളിവുകളുടെ അടിസ്ഥാനത്തിലും അവതരിപ്പിക്കുന്ന സയൻസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കൂ. ഉപകാരപ്രദമെന്ന് തോന്നിയാൽ സുഹൃത്തുക്കൾക്കൊപ്പം ഷെയർ ചെയ്യൂ. ഇനിയും സയൻസ് കോർണർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അമർത്തൂ. അപ്പോൾ ഇനി നമുക്ക് വസ്തുതകളും ശാസ്ത്രവും മാത്രം സംസാരിക്കാം. ക്വാണ്ടം കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് സാധാരണ കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും ബിറ്റുകൾ ആയാണ് രേഖപ്പെടുത്തുന്നത്. ബിറ്റുകൾ എന്നാൽ 0, 1 എന്നീ അക്കങ്ങളായിട്ട്. ഇങ്ങോട്ട് തിരിഞ്ഞില്ല അല്ലേ? പറയാം. നോക്കൂ, ഈ പ്രപഞ്ചത്തിൽ ലക്ഷക്കണക്കിന് നിറങ്ങളുണ്ട്. എന്നാൽ അടിസ്ഥാന നിറങ്ങൾ എന്നത് 3 എണ്ണമേ ഉള്ളൂ: ചുവപ്പ്, പച്ച, നീല. ഈ 3 അടിസ്ഥാന വർണ്ണങ്ങളുടെ വിവിധ കോമ്പിനേഷനുകളാണ് ബാക്കി എല്ലാ നിറങ്ങളും. നമുക്ക് വീട്ടിൽ 3 കണ്ണാടി കഷ്ണങ്ങൾ ചേർത്ത് ലളിതമായി ഉണ്ടാക്കാവുന്ന ഒരു ശാസ്ത്രീയ ഉപകരണമാണ് കാലിഡോസ്കോപ്പ്. ഒരു കാലിഡോസ്കോപ്പിൽ 2 3 വളപ്പൊട്ടുകൾ ഇട്ടാൽ എത്രയോ ഡിസൈനുകൾ കാണാൻ കഴിയും. അവയുടെ അടിസ്ഥാനം ആ 2 3 വളപ്പൊട്ടുകൾ മാത്രമാണ്. 3 4 പച്ചക്കറികൾ മാത്രം വെച്ച് നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും രുചികരമായി എത്രയോ വെറൈറ്റി വിഭവങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ എല്ലാ സംഖ്യകളെയും വിവരങ്ങളെയും 0 1 എന്നീ നമ്പറുകളുടെ അഥവാ ബൈനറിയുടെ വിവിധ കോമ്പിനേഷനുകളിലൂടെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് 2 എന്നാൽ 2 1 ചേരുന്നതാണ്, 4 എന്നാൽ 4 1 ചേരുന്നതാണ്, അല്ലെങ്കിൽ 2 2 ചേരുന്നതാണ്, അല്ലെങ്കിൽ 3 1 ചേരുന്നതാണ്. അങ്ങനെ എത്ര വലിയ നമ്പറും ഇങ്ങനെ ബൈനറിയിലൂടെ രേഖപ്പെടുത്താം. അതുപോലെ നമ്മുടെ വിവരങ്ങൾ, ഫോട്ടോകൾ, വീഡിയോകൾ, രേഖകൾ അങ്ങനെ സകലതും ബൈനറിയാക്കി മാറ്റാൻ കഴിയും. ഇൻഫർമേഷനുകളെ ഇങ്ങനെ 2 ഡിജിറ്റുകളുടെ ബൈനറിയാക്കി രേഖപ്പെടുത്തുന്ന രീതിയെയാണ് ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറയുന്നത്. സിനിമ, ബാങ്കിങ്, രേഖകൾ, മൊബൈൽ അങ്ങനെ നമ്മുടെ ജീവിതം ഇന്ന് പൂർണ്ണമായി ഡിജിറ്റലായി കഴിഞ്ഞു. ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിനും സർക്യൂട്ടുകൾക്കും 2 അവസ്ഥകളാണുള്ളത്: ഓൺ അല്ലെങ്കിൽ ഓഫ്, അല്ലേ? ഇതിൽ ഓൺ എന്ന അവസ്ഥയെ 1 എന്നും ഓഫിനെ 0 എന്നും ഡിഫൈൻ ചെയ്താൽ ഈ പറഞ്ഞ ബൈനറിയായി. കമ്പ്യൂട്ടറിലെ ട്രാൻസിസ്റ്ററുകൾ, ഡയോഡുകൾ, റെസിസ്റ്ററുകൾ, കപ്പാസിറ്ററുകൾ, ചിപ്പുകൾ ഇങ്ങനെ ആയിരക്കണക്കിന് കമ്പോണന്റുകളിലൂടെ സർക്യൂട്ടുകളിലെ വൈദ്യുതിയെ ഓൺ ഓഫ് എന്നിങ്ങനെ മാറി നിയന്ത്രിച്ച് ഇൻഫർമേഷനുകളെ കൈകാര്യം ചെയ്താണ് ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നത്. കൈകാര്യം ചെയ്യേണ്ട ജോലികൾ അനുസരിച്ച് അവയുടെ ശേഷിയും വേഗതയ്ക്കുമെല്ലാം വ്യത്യാസം വരും. ഈ 0 1 എന്ന ബൈനറിയെയാണ് ബിറ്റുകൾ എന്ന് വിളിക്കുന്നത്. 1024 ബിറ്റ് 1 കിലോബൈറ്റ് അഥവാ KB. അങ്ങനെ 1024 കിലോബൈറ്റ് 1 മെഗാബൈറ്റ് അഥവാ MB. അങ്ങനെ 1024 മെഗാബൈറ്റ് 1 ഗിഗാബൈറ്റ് അഥവാ GB.
അങ്ങനെയാണ് കമ്പ്യൂട്ടറുകളുടെ ശേഷി ഉയരുന്നത്. ഇന്ന് നമ്മുടെ സാധാരണ ഫോണിൻ്റെ ശേഷി പോലും 128 254 GB ഒക്കെയാണ്. അതും തികയാത്ത അവസ്ഥയാണ്. അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഇത് ഇപ്പോഴത്തേതിനേക്കാൾ കൂടിയ റാമും GB ഒക്കെ വളരെ കൂടിയ വേഗതയേറിയ ഒരു സിസ്റ്റം ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ അതങ്ങനെയല്ല. പണ്ട് നമ്മൾ വെളിച്ചം കാണാൻ മണ്ണെണ്ണ വിളക്കുകളും മെഴുകുതിരിയും ഒക്കെ ഉപയോഗിച്ചിട്ടില്ലേ? പിന്നീട് ഇലക്ട്രിക് ബൾബുകൾ വന്നു. ഇലക്ട്രിക് ബൾബ് എന്നാൽ ശേഷി കൂടിയ മെഴുകുതിരി അല്ലല്ലോ, ശേഷി കൂടിയ മണ്ണെണ്ണ വിളക്കുമല്ലല്ലോ. പ്രകാശം തരുന്നു എന്നതൊഴിച്ചാൽ അവയ്ക്ക് ശാസ്ത്രീയമായോ സാങ്കേതികമായോ ഒരു താരതമ്യവുമില്ല. അവ തികച്ചും അടിസ്ഥാനപരമായി തന്നെ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടർ ക്ലാസിക്കൽ കമ്പ്യൂട്ടറിൻ്റെ ഒരു അപ്ഗ്രേഡ് വേർഷൻ അല്ല. വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി തന്നെ വ്യത്യസ്തമാണ്. അവ പിന്തുടരുന്നത് തികച്ചും വ്യത്യസ്തമായ സയൻസാണ്. ക്വാണ്ടം ഫിസിക്സിൻ്റെ ചില അടിസ്ഥാന സ്വഭാവങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്വാണ്ടം സൂപ്പർ പൊസിഷൻ, ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്നിവയാണത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ സാധാരണ ലോജിക്കും സാമാന്യ ബുദ്ധിയും ഒക്കെ മാറ്റിവെക്കേണ്ടി വരും. ഒരു ക്വാണ്ടം പാർട്ടിക്കിളിന് ഒരേ സമയം ഒന്നിലധികം അവസ്ഥകളിൽ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും. അത് നിരീക്ഷിക്കപ്പെടുന്നത് വരെ ഒരേ സമയം പല അവസ്ഥകളിലായിരിക്കും. നിരീക്ഷിക്കപ്പെടുന്ന നിമിഷം മാത്രമാണ് അത് കൃത്യമായ ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. അതുവരെ അത് സൂപ്പർ പൊസിഷൻ എന്ന അവസ്ഥയിലാണ്. ഈ സൂപ്പർ പൊസിഷൻ ഏതാണ്ട് 100 കൊല്ലം മുമ്പ് വിഖ്യാതമായ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലൂടെ തെളിയിച്ചതാണ്. അതിനെപ്പറ്റിയൊക്കെ വിശദമായ വീഡിയോകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് പോയി കാണാം. ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ അതിൻ്റെ ലിങ്ക് ഇടുകയും ചെയ്യാം. ഈ പരീക്ഷണത്തിൽ നിരീക്ഷിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഇലക്ട്രോണുകൾ വ്യത്യസ്തമായി പെരുമാറുന്നതായി കണ്ടു. നിരീക്ഷിക്കുന്നത് വരെ ഇലക്ട്രോണിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അത് പല സാധ്യതകളുടെ ഒരു സൂപ്പർ പൊസിഷനിലാണ്. ഇതിനെപ്പറ്റി വലിയ വാഗ്വാദങ്ങളെന്ന് ശാസ്ത്ര സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ കളിയാക്കാൻ ഷ്രോഡിഞ്ചേഴ്സ് ക്യാറ്റ് എന്ന തോട്ട് എക്സ്പെരിമെൻ്റ് ആവിഷ്കരിച്ച് പെട്ടിയിലടച്ച ഒരു പൂച്ച ഒരേ സമയം ചത്തും ജീവിച്ചും ഇരിക്കുമോ എന്ന് പരിഹാസത്തോടെ ചോദിച്ചപ്പോൾ പെട്ടി തുറന്നു നോക്കുന്നത് വരെ പൂച്ച ഒരേ സമയം ചത്തും ജീവിച്ചും തന്നെ ഇരിക്കും എന്ന വിചിത്രമായ നിഗമനത്തിലേക്കാണ് ശാസ്ത്രലോകം എത്തിയത്. അതുപോലെ ഒന്നാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്. പരസ്പര ബന്ധമുള്ള അഥവാ എൻറ്റാങ്കിൾഡായ 2 ക്വാണ്ടം കണികകൾ എത്ര അകലത്തിരുന്നാലും അതിന് പ്രകാശവർഷങ്ങളായാലും ഒട്ടും ടൈം ഗ്യാപ്പ് ഇല്ലാതെ ഇൻഫർമേഷൻ പരസ്പരം കൈമാറും എന്നതാണത്. ക്വാണ്ടം തലത്തിൽ, അതായത് സബാറ്റോമിക് തലത്തിലുള്ള ഇലക്ട്രോൺ, ഫോട്ടോൺ, ക്വാർക്കുകൾ എന്നിവയിലൊക്കെയാണ് ക്വാണ്ടം സ്വഭാവങ്ങൾ നമുക്ക് കൂടുതലായി കാണാൻ കഴിയുക. ഒരേ സമയം തരംഗ സ്വഭാവവും പാർട്ടിക്കിൾ നേച്ചറും ഇവയ്ക്കുണ്ട്. ഇങ്ങനെയുള്ള ക്വാണ്ടം കണങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് സ്പിൻ. അതിനെ കറക്കം എന്ന് തൽക്കാലം മനസ്സിലാക്കുക. സത്യത്തിൽ അതിനേക്കാട്ടിലൊക്കെ വളരെ ഉയർന്ന ഒരു തലമാണ് അതിനുള്ളത്, എങ്കിലും ഇങ്ങനെ മനസ്സിലാക്കൂ. എൻറ്റാങ്കിൾഡായ 2 പാർട്ടിക്കിളുകളിൽ ഒന്നിൻ്റെ സ്പിൻ നിരീക്ഷിച്ചു എന്നിരിക്കട്ടെ, അതിനൊരു ക്ലോക്ക് വൈസ് സ്പിൻ ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ മറ്റേ കണികയ്ക്ക് ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കും. ഇനി എത്ര പ്രകാശവർഷങ്ങൾ, ഇനി ഒരു ആയിരക്കണക്കിന് കോടി പ്രകാശവർഷങ്ങൾ ഒരു പ്രപഞ്ചത്തിൻ്റെ 2 കോണിലാണത് ഇരിക്കുന്നതെങ്കിൽ പോലും ഒരിടത്ത് നിരീക്ഷിക്കുമ്പോൾ താൻ നിരീക്ഷിക്കപ്പെടുന്നു എന്ന വിവരം മറ്റേ പാർട്ടിക്കിളിലേക്ക് കൈമാറപ്പെടുന്നുണ്ട്. അതും പ്രകാശത്തേക്കാൾ വേഗതയിൽ. ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം പ്രകാശവേഗത്തേക്കാൾ കൂടിയ മറ്റൊരു വേഗതയില്ല. അപ്പോൾ പ്രകാശത്തേക്കാൾ വേഗത്തിൽ ക്വാണ്ടം കണികകൾ ഇൻഫർമേഷൻ കൈമാറുന്നു എന്ന് വരുമ്പോൾ ഐൻസ്റ്റീൻ്റെ തിയറി തെറ്റാണെന്ന് വരും. അതുകൊണ്ട് തന്നെ ഐൻസ്റ്റീൻ ഇതിനെ നഖശിഖാന്തം എതിർത്തു. പക്ഷേ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടു. അതിനാണ് 2022 ഫിസിക്സിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഉപയോഗിക്കുന്നത് ക്വാണ്ടം തലത്തിലുള്ള ഈ പ്രത്യേകതകളാണ്. ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങിൽ ബിറ്റുകൾ ആണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഇൻഫർമേഷൻ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്നത് ക്യൂബിറ്റുകൾ ആണ്. എന്താണ് ഈ ക്യൂബിറ്റുകൾ? 0, 1 എന്നിവയാണല്ലോ ബിറ്റുകൾ. എന്നാൽ ഇത് രണ്ടും എപ്പോഴും 2 അവസ്ഥകൾ തന്നെയാണ്. വൈദ്യുതിയുടെ ഓൺ ഓഫ് എന്ന സ്റ്റേറ്റ്. എന്നാൽ ക്യൂബിറ്റ്
0 1 എന്ന അവസ്ഥകളുടെ സൂപ്പർ പൊസിഷനാണ്. അതായത് ഇത് രണ്ടും എപ്പോഴും കൂടിക്കുഴഞ്ഞ സൂപ്പർ പൊസിഷനിലായിരിക്കും. നമ്മൾ നിരീക്ഷിച്ചാൽ മാത്രം ഏതെങ്കിലും കൃത്യമായ പൊസിഷൻ കൈക്കൊള്ളുകയും ചെയ്യും. മനസ്സിലായില്ല അല്ലേ? പറയാം. നമ്മളൊരു നാണയം ടോസ് ചെയ്യുന്നു എന്ന് കരുതുക. ആ കോയിൻ വായുവിലൂടെ അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഹെഡാണോ ടെയിലാണോ എന്ന് പറയാൻ കഴിയുമോ? ഇല്ലല്ലോ. അതിനെ സൂപ്പർ പൊസിഷൻ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുകയാണ്. എന്നാൽ ആ കോയിൻ കയ്യിൽ വന്ന് പതിക്കുന്ന നിമിഷം നാം നിരീക്ഷിക്കുമ്പോൾ അത് ഹെഡോ ടെയിലോ ഏതെങ്കിലും ഒരവസ്ഥ എത്തുകയും ചെയ്യും. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഇതിനുപയോഗിക്കുന്നത് ഇലക്ട്രോണുകളുടെയോ ഫോട്ടോണുകളുടെയോ സ്പിൻ, പോളറൈസേഷൻ എന്നീ പ്രത്യേകതകളാണ്. നിരീക്ഷിക്കുന്നത് വരെ എല്ലാ ദിശകളിലേക്കും ഒരുപോലെ സ്പിൻ ചെയ്തിരുന്ന ഇവ നിരീക്ഷിക്കുമ്പോൾ മാത്രം കൃത്യമായ ഒരവസ്ഥയിലേക്ക് മാത്രം സ്പിന്നാകുന്നു. ഇതിനോട് എൻറ്റാങ്കിൾ ചെയ്തിരിക്കുന്ന പാർട്ടിക്കിളിലേക്ക് അപ്പോൾ എതിർദിശയിൽ സ്പിൻ ചെയ്യാനുള്ള ഇൻഫർമേഷൻ പോകുന്നു, അതും അതിവേഗതയിൽ. ഇവിടെ നിരീക്ഷണത്തിനനുസരിച്ചുള്ള ഇൻഫർമേഷൻ കൈമാറ്റം നടക്കുന്നു. അതിനനുസരിച്ച് ക്യൂബിറ്റുകൾ അറേഞ്ച് ചെയ്യപ്പെടുന്നു. എൻറ്റാങ്കിൾഡായ മറ്റൊരു സിസ്റ്റം ഈ പ്രപഞ്ചത്തിൻ്റെ ഏതു കോണിലിരുന്നാലും അവ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു. മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു ഉദാഹരണം പറയാം. നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കണം. സാമ്പാറിന് വേണ്ട കഷ്ണങ്ങൾ അരിഞ്ഞു, മല്ലിപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, ഉപ്പ് എല്ലാം തയ്യാറാക്കി സാമ്പാർ പരിപ്പ് വേവിച്ച് അതിലേക്ക് കഷ്ണങ്ങളും മസാലയും ചേർത്ത് വേവിച്ച് അവസാനം കടുക് വറുത്തെടുക്കുന്നു. ഇതിനെല്ലാം കൂടി എത്ര സമയമെടുക്കും? എന്നാൽ റെഡിമെയ്ഡ് സാമ്പാർ കിറ്റ് വാങ്ങാൻ കിട്ടുമല്ലോ. അതിൽ ഇപ്പറഞ്ഞതെല്ലാം ചേർത്തിട്ടുണ്ട്. അഥവാ അതെല്ലാം എൻറ്റാങ്കിൾഡായ സൂപ്പർ പൊസിഷനിലാണ്. ആ കവറിനെ 2 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചാൽ സാമ്പാർ റെഡി. ആദ്യം പറഞ്ഞത് ക്ലാസിക്കൽ കമ്പ്യൂട്ടിംഗ് ആണെങ്കിൽ രണ്ടാമത്തേത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ്. ഇതിങ്ങനെയൊന്നും അല്ല കേട്ടോ. സാധാരണ ലോജിക്ക് വെച്ച് മനസ്സിലാക്കാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകളിൽ 0, 1 എന്നിവയെ വൈദ്യുതിയുടെ ഓൺ ഓഫ് ആയി കണക്കാക്കി വൈദ്യുത പ്രവാഹത്തെ നിയന്ത്രിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ഇവയാണ് ബിറ്റുകൾ. എത്ര ബിറ്റുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നതിനനുസരിച്ചാണ് കമ്പ്യൂട്ടറിൻ്റെ ശേഷി തീരുമാനിക്കുന്നത്. ഓൺ ഓഫ് എന്ന ഫിസിക്കൽ പ്രക്രിയയായതുകൊണ്ട് വലിയ ഡേറ്റകൾ കൈകാര്യം ചെയ്യാൻ കൂടുതൽ സമയം വേണ്ടിവരും. വീഡിയോ എടുക്കുന്നവർക്കും എഡിറ്റർമാർക്കും അനുഭവമുള്ള കാര്യമാണ് വീഡിയോയുടെ റെൻഡറിങ് അഥവാ എക്സ്പോർട്ടിംഗ്. എഡിറ്റിംഗ് കഴിഞ്ഞുള്ള ഫൈനൽ ഔട്ട് വീഡിയോയായി മാറാൻ വീഡിയോയുടെ നീളം, ക്വാളിറ്റി ഒക്കെ അനുസരിച്ച് പലപ്പോഴും മണിക്കൂറുകൾ വേണ്ടിവരും. പലപ്പോഴും നമ്മുടെ സിസ്റ്റം ഒന്ന് ഓണായി വരണമെങ്കിൽ ബൂട്ടിംഗ് ടൈം വേണമല്ലോ. കൂടുതൽ ഡേറ്റ ഉള്ള സിസ്റ്റം ആണെങ്കിൽ ബൂട്ടിംഗ് ടൈം കൂടുതലായിരിക്കും. ഇത് ഇപ്പറഞ്ഞതുപോലെ ഓൺ ഓഫ് പ്രക്രിയയിലൂടെ ബിറ്റുകളായി, ബൈനറിയായി ഡേറ്റകൾ മാറുന്നതിനുള്ള സമയമാണ്. അതുപോലെ നമ്മൾക്കറിയാവുന്ന ഒന്നാണ് എൻക്രിപ്റ്റഡ് മെസ്സേജുകൾ. ഉദാഹരണത്തിന് വാട്സാപ്പ്. നമ്മുടെ വാട്സാപ്പിലേക്ക് ആർക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. എന്നാൽ നമുക്ക് മാത്രമേ അത് തുറക്കാൻ കഴിയൂ. കാരണം അത് തുറക്കാനുള്ള എൻക്രിപ്റ്റഡ് കീ നമ്മുടെ ഫോണിൽ മാത്രമാണ് ഉണ്ടാവുക. എൻക്രിപ്റ്റഡ് കീയുടെ ഒരു ഭാഗം ഓപ്പൺ ആയിരിക്കും, അത് എല്ലാവർക്കും ലഭിക്കും. എന്നാൽ മറ്റേ ഭാഗം രഹസ്യവുമായിരിക്കും. ഉദാഹരണത്തിന് ഓപ്പൺ ആയ ഭാഗം 16 എന്നാണെങ്കിൽ രഹസ്യമായ ഭാഗം 8 × 2 എന്നാണെന്നിരിക്കട്ടെ. അതായത് 16 എന്ന നമ്പറിലേക്ക് എത്താനുള്ള ഭാഗമാണ് രഹസ്യം. 16 എന്ന കോഡിലേക്ക് ആർക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. എന്നാൽ അത് തുറക്കണമെങ്കിൽ 16 എന്ന നമ്പറിലേക്ക് എത്തിയ 8 × 2 എന്ന കോഡ് അറിയണം. 16 എന്ന നമ്പറിലേക്ക് പല വിധത്തിലെത്താൻ കഴിയില്ലേ? 15 + 1, 14 + 2, 13 + 3, 11 + 5, 12 + 4, 10 + 6, 9 + 7, 8 + 8, 4 × 4. ഇതെല്ലാം 16ലേക്ക് എത്താനുള്ള മാർഗമാണ്. ഇതിലേതാണ് നമ്മുടെ കീ എന്നറിഞ്ഞാൽ മാത്രമേ ആ മെസ്സേജ് തുറക്കാൻ കഴിയൂ. 16 എന്ന് പറഞ്ഞത് മനസ്സിലാക്കാൻ എളുപ്പത്തിനാണ്. സത്യത്തിൽ ഈ എൻക്രിപ്റ്റഡ് കീകൾ 10ഉം 15ഉം അക്കങ്ങളുള്ളതാണ്. അപ്പോൾ അവയുടെ യഥാർത്ഥ കീകൾ കണ്ടെത്താൻ കോടിക്കണക്കിന് കോമ്പിനേഷനുകൾ നോക്കേണ്ടി വരും. ഇത് ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചാണെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ ചിലപ്പോൾ വേണ്ടിവരും. കാരണം അവിടെ ഉപയോഗിക്കുന്നത് ഓൺ ഓഫ് എന്ന് കൃത്യമായി വേർതിരിഞ്ഞ് നിൽക്കുന്ന ബിറ്റുകളാണ്. എന്നാൽ
ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിൽ ക്വാണ്ടം കണികകളുടെ സ്വഭാവങ്ങൾ ഉപയോഗിച്ചുള്ള സൂപ്പർ പൊസിഷനിലുള്ള ക്യൂബിറ്റുകളായതുകൊണ്ട് വൈദ്യുതിയുടെ ഓൺ ഓഫ് പ്രോപ്പർട്ടികളെ ആശ്രയിക്കാതെ നിരീക്ഷിക്കുന്ന നിമിഷം നേരിട്ട് റിസൾട്ടിലേക്ക് എത്താൻ കഴിയും. അതായത് ഇന്നത്തെ ഒരു ക്ലാസിക്കൽ സൂപ്പർ കമ്പ്യൂട്ടറിന് ഒരു ഇൻക്രിപ്റ്റഡ് കോഡ് അഴിക്കാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ വേണമെങ്കിൽ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിന് നിമിഷങ്ങൾ മതി. ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകൾ മണിക്കൂറുകളും ദിവസങ്ങളും എടുത്ത് ഒരു സിനിമ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടർ അത് സെക്കൻഡിൻ്റെ 100-ൽ 1 അംശം കൊണ്ട് ചെയ്യും. ഇവിടെ മറ്റൊരു പ്രധാന പ്രശ്നമുണ്ട്. ക്ലാസിക്കൽ ഡിജിറ്റൽ രീതിയിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ സുരക്ഷിതത്വമാണത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ, കൈമാറ്റങ്ങൾ, സ്വകാര്യത എല്ലാം എൻക്രിപ്റ്റഡായ പാസ്വേഡുകൾ കൊണ്ടാണ് സുരക്ഷിതമാക്കിയിരിക്കുന്നത്. ആ സുരക്ഷ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് സുന്ദരമായിട്ട് പൊളിക്കാൻ കഴിയും. അപ്പോൾ ക്ലാസിക്കൽ എൻക്രിപ്ഷന് പകരം ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ കഴിക്കാൻ കഴിയാത്ത ക്വാണ്ടം എൻക്രിപ്ഷനുകൾ ഉണ്ടായാലേ രക്ഷയുള്ളൂ. ശാസ്ത്രലോകം അതിനുള്ള പരക്കം പാച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം പറഞ്ഞത് ഓർമ്മയില്ലേ? ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ എന്നത് ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകളുടെ എക്സ്റ്റൻഷൻ അല്ല. തികച്ചും വ്യത്യസ്തമായ സയൻസും ടെക്നോളജിയും ആണത്. ബിറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും കൈകാര്യം ചെയ്യാനുമുള്ള ഇലക്ട്രോണിക് സർക്യൂട്ടുകളും ഉപകരണങ്ങളുമാണ് സാധാരണ കമ്പ്യൂട്ടറുകളിൽ ഉണ്ടാവുക. എന്നാൽ എൻറ്റാങ്കിൾഡായ ക്വാണ്ടം കണികകളെ സൃഷ്ടിക്കാനും കൈകാര്യം ചെയ്യാനും ക്യൂബിറ്റുകളാക്കാനും ആവശ്യമായ സംവിധാനങ്ങളാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകളിൽ ഉണ്ടാവുക. സൂപ്പർ കണ്ടക്റ്റിംഗ് കോയിലുകൾ, മാഗ്നറ്റുകൾ ഒക്കെ ഉപയോഗിച്ചാണ് ഇത് സാധിക്കുന്നത്. വളരെ കുറഞ്ഞ എന്ന് വെച്ചാൽ 0-നും ഒരുപാട് താഴെ -273 എന്ന അബ്സല്യൂട്ട് സീറോ എന്ന അവസ്ഥയോട് അടുത്ത് നിൽക്കുന്ന ടെമ്പറേച്ചർ കണ്ടീഷനിൽ മാത്രമേ സൂപ്പർ കണ്ടക്ടിവിറ്റി സാധിക്കുകയുള്ളൂ. ഒട്ടും ട്രാൻസ്മിഷൻ ലോസ് ഇല്ലാതെ എത്ര വലിയ വൈദ്യുതിയും കടത്തിവിടുന്ന അവസ്ഥയാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. അതേക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. അങ്ങനെ വളരെ കുറഞ്ഞ താപനില ഉണ്ടാക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടാക്കുക, ഇതെല്ലാം വലിയ വെല്ലുവിളിയാണ്. ഓർക്കണം, 1950-കളിൽ ആദ്യ കമ്പ്യൂട്ടർ ഉണ്ടാക്കുമ്പോൾ അതിനൊരു വലിയ ഹോളിൻ്റെ വലിപ്പമുണ്ടായിരുന്നു. അതിൻ്റെ മെമ്മറി 100 ബിറ്റ് മാത്രമായിരുന്നു. ആയിരക്കണക്കിന് വാക്യൂം ട്യൂബുകൾ അതിലുണ്ടായിരുന്നു. ഓരോ മിനിറ്റിലും 3 വാക്യൂം ട്യൂബുകൾ വീതം ഫ്യൂസ് ആകുമായിരുന്നു. അപ്പോൾ അത് മാറ്റിവെക്കാൻ ആളുകളെ പ്രത്യേകം നിയോഗിച്ചിരുന്നു. അവിടെ നിന്ന് നമ്മുടെ പോക്കറ്റിലേക്ക് ഒതുങ്ങാൻ കമ്പ്യൂട്ടറിന് വേണ്ടി വന്നത് ഏതാനും ദശകങ്ങൾ മാത്രമാണ്. അതുപോലെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇന്ന് ശൈശവദശയിലാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, അടുത്ത തലമുറ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടറുകളായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായി അറിയിക്കൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു കൗതുകകരമായ ശാസ്ത്ര വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ ചിന്തിക്കൂ, പഠിക്കൂ, നിരീക്ഷിക്കൂ, ശാസ്ത്രത്തെ ചേർത്ത് പിടിക്കൂ. നന്ദി, നമസ്കാരം.